പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്ന് വെച്ചാൽ മൂന്നാം തവണയും തുടർച്ചയായി മൂന്നാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമോ? മൂന്നാം LDF സർക്കാർ അത് നടക്കുമോ? മൂന്നാം LDF സർക്കാരിലേക്ക് ഞങ്ങൾ പോകും എന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുകയാണ് LDF. അത് സാധ്യമാകുമോ? ഈ ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. സാധ്യമാകും എന്ന് പറയാൻ കാരണവുമുണ്ട്. LDFനെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച്. ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വന്നു. കേരളത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല. അടുത്ത കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി LDF, UDF, UDF, LDF എന്നിങ്ങനെ മാറി മാറി വരുന്ന സ്ഥിതിയായിരുന്നു. അതായിരുന്നു 2021 മാറിയത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ഇനി മൂന്നാം പിണറായി സർക്കാർ ഒരിക്കലും സാധ്യമല്ല എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ പറയുന്നത്. സംഭവിക്കുകയില്ല. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ അലയടികളൊന്നും പക്ഷേ നിലമ്പൂരിൽ കണ്ടില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുന്നുമുണ്ട് LDF നേതാക്കളും പ്രവർത്തകരും. അത് അവിടെ നിൽക്കട്ടെ, വിഷയം അതല്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കി UDF കേന്ദ്രങ്ങളിൽ. അതുകൊണ്ട് എന്തു തന്നെയായാലും സർക്കാരിനെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുത്, സർക്കാരിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്, സർക്കാരിനെ വരിഞ്ഞു മുറുക്കണം, കഴിയുമെങ്കിൽ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയനെ എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇതായിരുന്നു കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചതും. അതിനുവേണ്ടിയാണ് എല്ലാ കരുക്കൾ നീക്കിയതും. അതിനുവേണ്ടിയുള്ള ആദ്യ ചുവട്, പിണറായി വിജയനെ താഴെ ഇറക്കാൻ നടത്തിയ ആദ്യ ചുവട് കെ സുധാകരനെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് KPCC പ്രസിഡന്റ് ആക്കുക എന്നതായിരുന്നു. കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വന്നത് ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. എന്ത് ആരവമായിരുന്നു, എന്തൊരു ആഘോഷമായിരുന്നു. മാധ്യമങ്ങൾ അത് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് കഥകൾ എഴുതി എഴുതി നിറച്ചിരുന്നു അവരുടെ താളുകളിലും. ഒന്നല്ല, ഒന്നും രണ്ടുമല്ല, നിരവധി സ്റ്റോറികളാണ് ദൃശ്യമാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സുധാകരന്റെ വരവിനെ ചൊല്ലി. ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും പിണറായി വിജയന് എന്നുപോലും പറയാനും എഴുതാനും തയ്യാറായ മാധ്യമങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കെ സുധാകരൻ ഇതാ പുറത്തേക്ക് പോയി. പകരം വന്നത് സണ്ണി ജോസഫാണ്. കെ സുധാകരനോടൊപ്പം വന്ന VD സതീശനുണ്ട്. ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞ് VD സതീശൻ ഇപ്പോൾ മെല്ലെ മെല്ലെ പുറകോട്ട് പോകുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. VD സതീശന്റെ വലങ്കൈ ഇടങ്കൈ എന്നൊക്കെ പറയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും VT ബൽറാമും ഒക്കെ ഇപ്പോൾ VD സതീശന്റെ ശത്രുപക്ഷത്തായി. ശത്രുപക്ഷത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, VD സതീശന് എതിരെ അവർ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് VD സതീശനെതിരെ. ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നാം അത് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു VD സതീശൻ. പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ട്. അത് മാറുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്താണ് സംഭവിക്കുക എന്ന ചോദ്യം കോൺഗ്രസുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ പോകാൻ പറ്റുമോ എന്ന ചോദ്യം മെല്ലെ മെല്ലെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ VD സതീശൻ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ VD സതീശനും ഒരു പടിയിറക്കത്തിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കെ സുധാകരന് പിറകെ ഇതാ VD സതീശനും പടിയിറങ്ങാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം. അതോടൊപ്പം പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പട നയിച്ചവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ എവിടെയുണ്ട്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ വീട്ടിൽ തന്നെ കഴിയുന്നു. വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. കടുത്ത ട്രോമയിലാണ് എന്നൊക്കെ പറഞ്ഞ ശബ്ദരേഖകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ പോയതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട് മാധ്യമങ്ങളെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിലുള്ളത്. ഇനിയിപ്പോൾ UDF-ലെ പടക്കുതിരയുണ്ട്. അത് PK ഫിറോസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ KT ജലീൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരാൾ പോലും മുസ്ലിം ലീഗിൽ നിന്ന്, യൂത്ത് ലീഗിൽ നിന്ന് PK ഫിറോസിനെ സംരക്ഷിക്കാൻ എത്തുന്നില്ല എന്ന ദയനീയ അവസ്ഥയിലാണ് PK ഫിറോസ് നിൽക്കുന്നത്. ഇതെല്ലാം നാം കാണുന്നുണ്ട്. VT ബൽറാം ഏറ്റവും ഒടുവിൽ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥയും നമ്മുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ ആരൊക്കെയാണ് പിണറായി വിജയനെതിരെ യുദ്ധം നടത്താൻ പടക്കളത്തിൽ ഇറങ്ങിയത്? അവരെല്ലാം ഒന്നൊന്നായി തോറ്റ് പിന്മാറുന്ന അവസ്ഥ. എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു, ഒന്നും എവിടെയും എത്താത്ത അവസ്ഥ. കോടതികൾ ആരോപണങ്ങളെല്ലാം വലിച്ചു കീറുന്ന സ്ഥിതി. ഇവിടെയെല്ലാം നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം,
ചിലപ്പോൾ ഒരു മൂന്നാം പിണറായി സർക്കാർ, മൂന്നാം LDF സർക്കാർ, അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? എതിരാളികളില്ലാതെ നിൽക്കുകയാണോ പിണറായി വിജയൻ കളിക്കളത്തിൽ? ആരെതിർക്കും പിണറായി വിജയനെ എന്ന ചോദ്യം UDF-നകത്തും കോൺഗ്രസിനകത്തും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലവും കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ LDF വിശ്വസിക്കുന്നു, മൂന്നാം LDF സർക്കാർ ഉണ്ടാകും. പിണറായി വിജയൻ തന്നെയായിരിക്കും മൂന്നാം LDF സർക്കാരിനെ നയിക്കുക. അത് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എങ്കിലും തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിക്കുക പിണറായി വിജയൻ തന്നെ ആയിരിക്കുമെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജയിച്ചാൽ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസിൽ ഇത് വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ട്. UDF തന്നെ ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതെല്ലാം ഈ ട്രോമയിൽ കോൺഗ്രസിനെ എത്തിച്ചത് മറ്റാരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു നേതാവ് മാത്രമാണ്.